പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ കോട്ടകളെ തകർക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിൽ അദൃശ്യമായ മറ്റൊരു ലോകം കൂടിയുണ്ടെന്ന് നാം മറക്കരുത്. നമ്മുടെ പ്രാർത്ഥനകളെ തടയുന്ന അന്തരീക്ഷ മണ്ഡലത്തിലെ ദുഷ്ടാത്മ ശക്തികളെ നാം പ്രതിരോധിച്ചേ മതിയാകും. അന്തരീക്ഷ മണ്ഡലത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ തടയുന്ന ഒരു ദുഷ്ടാത്മ ശക്തിയുണ്ടെന്ന് എത്ര പേർക്കറിയാം? അവർ ശക്തമായി നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ, ആരാധനകൾ തണുത്തതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലെന്ന് ചിന്തിച്ച് നിങ്ങൾ ഞരങ്ങുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ശക്തമാക്കേണ്ടതുണ്ട്. ഈ ലോകത്തിന്റെ അധിപതിയായ സാത്താൻ അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാനാവുക? സാത്താന്റെ തന്ത്രങ്ങളെ അതിജീവിച്ച് എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിച്ചുയരാനാവുക? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവൻ വെല്ലുവിളികളെ നേരിടുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സാഹചര്യങ്ങളോട് കൽപ്പിക്കുവാൻ ദൈവവേദന നിനക്ക് കഴിയണം. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആരാധിക്കുന്നവന്റെ പ്രാർത്ഥനകൾ സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന തീയായി മാറുന്നു. അതെ, അവന്റെ തടസ്സങ്ങളെ ഒരുക്കുന്ന അതിശക്തമായ തീ തന്നെ. പിശാചിന് തടുക്കാൻ കഴിയാത്ത നിന്റെ ആത്മാവിലുള്ള ആരാധന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം തരുന്നു, സമാധാനം തരുന്നു. അപ്പോൾ നിന്റെ ആരാധനയെ നിസ്സഹായനായി നോക്കി നിൽക്കാനേ സാത്താന് കഴിയുകയുള്ളൂ. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുവാൻ, ആരാധനകളെ നിർത്തുവാൻ പല സാഹചര്യങ്ങളും പിശാച് കൊണ്ടിട്ടേക്കാം. ചില വ്യക്തികളിലൂടെ അതവൻ ശ്രമിച്ചേക്കാം. ഇത് തിരിച്ചറിയുക. കർത്താവിനോടുള്ള പ്രാർത്ഥന, ആത്മാവിലും സത്യത്തിലുമുള്ള ശക്തമായ ആരാധന നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കാം.